Hey dears, welcome back to my channel Doc to be Karthi. It's me Karthi here. ഇന്നത്തെ വീഡിയോ എൻ്റെ ജൂനിയേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ബിക്കോസ് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡിലേക്കൊന്ന് മടങ്ങിപ്പോവാണ്. ദാറ്റ് ഇസ് ചൈൽഡ്ഹുഡ് എന്ന് പറയാനില്ല, എൻ്റെ ഒരു 10th 11th 12th എൻ്റെ കാലഘട്ടത്തിലേക്ക്. ബിക്കോസ് ആ സമയത്ത് ഞാൻ പഠിച്ചിരുന്ന എൻ്റെ മെത്തേഡിൻ്റെ ഒരു കുറച്ച് ഭാഗം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കുറച്ച് ടിപ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ജൂനിയേഴ്സാണ്, റിപ്പീറ്റിംഗ് സ്റ്റുഡൻസിനല്ല. ദെൻ ഹൗ ഡിഡ് ഐ സ്കോർ 99% ഇൻ മൈ 10th 11th ആൻഡ് 12th ക്ലാസ്സസ്. ആ സമയത്ത് ഞാൻ എങ്ങനെ വാങ്ങിച്ചു, എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഞാൻ കുറച്ചും കൂടെയൊക്കെ ഇനി ഓർമ്മയുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ഇടാം. സോ നൗ ഞാൻ കുറച്ച് പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ട്, കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ്. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം നിങ്ങളിങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമോ 99% അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്കോർ നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ടെസ്റ്റ് പേപ്പേഴ്സ് ഒന്നും അല്ലെങ്കിൽ എക്സാംസ് ഒന്നും മിസ് ചെയ്തിട്ടില്ല. ഓഫ് കോഴ്സ് അതുമല്ല, എക്സാംസിൻ്റെ എല്ലാവരും പഠിക്കുമെന്നറിയാം, പക്ഷേ ഈ ചെറിയ ചെറിയ ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടല്ലോ, ഫസ്റ്റ് പോയിൻ്റ് അതാണ് സ്റ്റഡിയിങ് ഫോർ ടെസ്റ്റ് പേപ്പേഴ്സ്. അതായത് ഈ 10 മാർക്സ് 20 മാർക്സിനൊക്കെ യൂണിറ്റ് ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് വളരെ കുറച്ച് പോർഷൻസേ പഠിക്കാനായിട്ടുണ്ടാവുകയുള്ളൂ. സേ ഫോർ 1 ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ലെസ് ദാൻ 1 ചാപ്റ്റർ, കുറച്ച് ടോപ്പിക്സ്, അത്രയൊക്കെ പഠിക്കാനായിട്ടുണ്ടാവുള്ളൂ. നിങ്ങളിപ്പോൾ ഡെയിലി പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റുഡൻറ്റ് അല്ലായിരുന്നു ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് ഇനി കാണാൻ നേരത്ത് മനസ്സിലാവും എൻ്റെ സ്റ്റഡിയിങ് ഷെഡ്യൂളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ടെസ്റ്റ് പേപ്പേഴ്സ് വരുമ്പോൾ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആത്മാർത്ഥമായിട്ടിരുന്ന് ആ സമയത്തിരുന്ന് പഠിക്കുക. അപ്പോഴത്തേക്കും ഒരു ചാപ്റ്ററൊക്കെ അല്ലേ പഠിക്കാൻ കാണുള്ളൂ, അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകുന്നതേ ഉള്ളൂ. എക്സാംസൊക്കെ പോലെ ഒരു ബൾക്കായിട്ടുള്ള കുറേ ചാപ്റ്റേഴ്സ് ആയിരിക്കില്ല. സോ ടെസ്റ്റ് പേപ്പേഴ്സിന് ഇരുന്ന് പഠിക്കുക, അതാണ് ഫസ്റ്റത്തെ പോയിന്റ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ദെൻ സെക്കൻഡ് തിങ്, പ്രാക്ടീസ് മോർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നിങ്ങളൊരു സ്റ്റേറ്റ് ബോർഡായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞ ബുക്കുണ്ടല്ലോ, അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ട്രസ്റ്റ് മീ ഗൈസ്, ആ ലേബർ ഇന്ത്യക്കകത്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇവരുടെ വന്നു പോയ ക്വസ്റ്റ്യൻസ്, അതായത് കഴിഞ്ഞ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എക്സാമിനേഷൻസിനൊക്കെ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്, അതിൻ്റെ മാത്രമായിട്ടൊരു 2-3 പേജസ് ഉണ്ട്. അതിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ യു ക്യാൻ ഈസിലി സ്കോർ അബവ് ഒരു 60-70%. ട്രസ്റ്റ് മീ, ഞാൻ അത് മാത്രമാണ് കുറേ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ടുള്ളത്, എസ്പെഷ്യലി ഫോർ മൈ +1 +2. 10th എനിക്ക് അത്ര ഓർമ്മയില്ല, 10th ഞാൻ CBSE ആയിരുന്നു. ആ സമയത്ത് ഓസ്വാളിൻ്റെ ഗൈഡ് ഉണ്ടായിരുന്നു, ഓസ്വാളാണെന്നാണ് പ്രൊനൗൺസിയേഷൻ, അതിൻ്റെ ഗൈഡ് ഉണ്ടായിരുന്നു. അത് ഞാൻ കുറേ ഇരുന്ന് പഠിച്ചിരുന്നു ഫോർ സയൻസ് ആൻഡ് മാത്സ്. സോഷ്യൽ സയൻസിന് വേറെ ഏതൊരു ഗൈഡായിരുന്നു. ഓക്കെ, അത് നമുക്ക് എൻ്റെ തേർഡ് പോയിൻ്റാണ്, യൂസിങ് ഗൈഡ്സ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് പ്രാക്ടീസ് മോർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഞാൻ ആ പറഞ്ഞ ലേബർ ഇന്ത്യക്കകത്തുള്ള പോയിൻ്റ് നിങ്ങൾ മസ്റ്റായിട്ട്, ഇതിൽ വേറൊന്നും നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിലും ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തോ. ഞാൻ ഗ്യാരൻറ്റി നിങ്ങൾക്ക് ഒരു 70% എബവ് കിട്ടുമെന്നുള്ളത്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് അതെന്ത് ചെയ്യണം. ഇപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് വാട്ടർ ബുള്ളിഫോം സെൽസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് എപ്പോഴും എല്ലാ എക്സാംസിനും വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എടുക്കുക, എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ള ആ പോർഷൻസ് വായിച്ചു നോക്കുക, അതെന്താണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ആൻഡ് തേർഡ് വൺ ഇസ് യൂസിങ് മോർ ഗൈഡ്സ് ആൻഡ് ലേബർ ഇന്ത്യ. ഞാൻ പറഞ്ഞല്ലോ, ലേബർ ഇന്ത്യക്കകത്തുള്ള അല്ലെങ്കിൽ ഗൈഡ്സ് കുറേയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യാം. ദെൻ സെറ്റ് സ്മോൾ ഗോൾസ്, ചെറിയ ചെറിയ ഗോൾസ് വയ്ക്കുക. അതായത് ഈ ആഴ്ച നിങ്ങൾ ഇത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കും. പുറത്ത് വണ്ടി പോകുന്നതിൻ്റെ ശബ്ദമാണ്, ഒന്ന് ഇഗ്നോർ ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ. ഓക്കെ, ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ് ഈസ് ഈ ആഴ്ച നിങ്ങളൊരു 2 ചാപ്റ്റർ പഠിച്ചു തീർക്കും. അല്ലാതെ നിങ്ങൾ ഈ ഒരു മാസം ഞാൻ കംപ്ലീറ്റ് ഫുൾ ഇരുന്ന് ഇത്രയും പഠിച്ചു തീർക്കും എന്നുള്ള ഒരു ലോങ് ടേം ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യാതിരിക്കുക. ചെറിയ ചെറിയ ഗോൾ, ദാറ്റ് ഈസ് ദിസ് വീക്ക് ഞാൻ ഇത്ര പോർഷൻസ് പഠിച്ചു തീർക്കും എന്നുള്ള ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് മൈ ഫിഫ്ത്ത് പോയിൻറ്റ് പ്രോപ്പർ ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതും ഞാൻ പറയും, ഞാൻ ഒരിക്കലും ഒരു ലോങ് ടേമിലേക്കുള്ളൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടില്ല. ദാറ്റ് ഈസ് ഒരു മാസത്തേക്കോ 2 ആഴ്ചത്തേക്കോ വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ജസ്റ്റ് 1 വീക്ക് അല്ലെങ്കിൽ ഒരു 2 to 3 ഡേയ്സിലേക്കുള്ളത് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതാണ് ഏറ്റവും എഫിഷ്യൻറ്റും നടക്കാൻ വേണ്ടി വർക്കാവുന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കലി പോസിബിളും ആയിട്ടുള്ളത്. അത്രയും
ഡ്യൂറേഷനിലുള്ള ഗോൾസ് ആയിരിക്കും. അപ്പോൾ ആ ഗോളിൽ ഈ പറഞ്ഞതുപോലെ ഇത്ര ചാപ്റ്റേഴ്സ് തീർക്കും എന്നുള്ളത് എഴുതി വെക്കുക. എഴുതി വെക്കാൻ നേരത്ത് നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എഴുതി വെച്ച് പഠിക്കണമെന്ന് പറയുന്നത്. സോ എഴുതി വെച്ച് ഒരു ചെക്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി പഠിച്ച് തീരാൻ നേരത്ത് അതിലൊരു ടിക്ക് മാർക്കൊക്കെ ഇട്ട് പഠിക്കാൻ നേരത്ത് നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവും. ദെൻ പിന്നെ ഞാൻ ഫോളോ ചെയ്തിരുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയല്ല. ദാറ്റ് ഈസ് സ്കൂൾ തുടങ്ങുമ്പോൾ തൊട്ട്, അതായത് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് എക്സാം തീരുന്നത് വരെ ഇരുന്ന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് അല്ല. അത്യാവശ്യം കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഞാൻ ഡാൻസിന് പോകുന്ന ഒരു കുട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് കലോത്സവത്തിനും സ്റ്റേറ്റ് കലോത്സവത്തിനൊക്കെ പോകുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പം കുറച്ച് ടൈറ്റാണ് സ്റ്റഡിയിങ് അവേഴ്സ് വെച്ച് നമ്മൾ നോക്കാൻ നേരത്ത്. ഒരു നോർമൽ സ്റ്റുഡൻറ്റ് പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ സമയം ഞാൻ പഠിക്കാറില്ല, കുറച്ച് സമയത്തിൽ കൂടുതൽ കോണ്ടൻറ്റ് പഠിക്കും. അതാണ് ഡിഫറൻസ് ഞാൻ നോക്കിയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ കിട്ടുമല്ലോ, ആ ടൈം ടേബിൾ ഇപ്പോൾ ഒരു 1 month ബിഫോറൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ആ സമയം തൊട്ട് വേറെ ഒന്നിലും നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് പോവാതെ ആ ഗോൾ മാത്രം മനസ്സിൽ കണ്ട് പഠിക്കുക. നിങ്ങളൊന്നും ഇതുവരെ പഠിച്ചില്ല എന്നെങ്കിൽ പോലും ഈ ഇത്രയും മുകളിൽ ഞാൻ പറഞ്ഞ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, ആ പോയിൻറ്റ്സ് ഫോളോ ചെയ്ത് ഈ ഒരു 1 monthത്തേക്ക്, അപ്പം 1 month ബിഫോർ ആയിരിക്കുമല്ലോ ടൈം ടേബിൾ കിട്ടുന്നത്, ആ 1 month ബിഫോർ തൊട്ട് ടിൽ നിങ്ങളുടെ എക്സാംസ് തീരുന്നത് വരെ എന്ത് ചെയ്യുക, പഠിക്കുക. കംപ്ലീറ്റ് വേറെ ഒന്നിലും മാറ്റാതെ, നിങ്ങളുടെ ശ്രദ്ധ പോവാതെ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് ഫുൾ ഫ്ലെഡ്ജായിട്ട് ഇരുന്ന് പഠിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം നല്ലോണം സിലബസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. കുറേയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റി നല്ലൊരു സ്റ്റഡി പാറ്റേൺ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് മൈ ലാസ്റ്റ് പോയിൻറ്റ്. ഓൾവേസ് ഹാവ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ഒരു പോസിറ്റീവ് അഫർമേഷൻ കൊണ്ടുവന്ന് നമ്മുടെ മൈൻഡിനെ നമ്മൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് നമുക്ക് കിട്ടും, നമുക്ക് ഫുൾ A+ കിട്ടും, അല്ലെങ്കിൽ നമുക്കൊരു എബവ് 90% കിട്ടുമെന്നുള്ളത് നമ്മൾ തന്നെ വിശ്വസിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവുകയുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ. ഇനി എക്സാംസൊക്കെ എഴുതാൻ പോകുന്ന എല്ലാ ജൂനിയേഴ്സിനും എൻജോയ്, ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ എക്സാംസൊക്കെ അടിപൊളിയായിട്ട് എഴുതുക. ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെന്നുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കുറേ അധികം കോണ്ടൻറ്റുമായിട്ട് ഞാൻ വരുന്നതാണ്. സോ ദാറ്റ് ഈസ് ബൈ.